നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മളെന്ന് ഏട്ടത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അല്ലേ സത്യേട്ട? അന്നേ ശ്യാമേട്ടൻ പറഞ്ഞു നമ്മൾ ചെയ്തത് തെറ്റായി പോയിന്ന്. അപ്പോഴത്തെ സാഹചര്യത്തില് നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും സോനെ? രണ്ടുപേരും കൂടി അവിടെ നിർത്തി പോന്ന ചിലപ്പോ കൊലപാതകം വരെ സംഭവിച്ചേക്കാം. അപ്പൊ പിന്നെ അമ്മയെ അവിടുന്ന് വിളിച്ചോണ്ട് വരിക അല്ലാതെ അനുവെടുത്തി അവിടുന്ന് ഇറക്കി വിടാൻ പറ്റുമോ? സത്യേട്ടനും സോനയും ആരുടെയും ഭാഗം ചേരാതെ രണ്ടുപേർക്കും കൂട്ടായി അന്നവിടെ താമസിക്കാൻ തയ്യാറായാൽ മതിയായിരുന്നു. അന്ന് അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ അനുചേച്ചിയെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ കാര്യങ്ങള് ഇത്രയ്ക്ക് വഷളാവില്ലായിരുന്നു. അതെ സത്യേട്ട, അമ്മ എട്ടത്തി അടിച്ചു എന്നത് മാത്രമാണ് അന്ന് നമ്മൾ ഹൈലൈറ്റായി കണ്ടത്. അതോടെ അതിന്റെ മറുവശം അന്വേഷിക്കേണ്ടതില്ലെന്ന് എല്ലാവരും അങ്ങ് തീരുമാനിച്ചു. ചുരുങ്ങിയ പക്ഷെ ഏട്ടൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഹർഷിക്ക് ഈ വിഷയത്തിലുള്ള ഇൻവോൾവ്മെന്റ് നമ്മൾ പുറത്തു കൊണ്ടുവരണമായിരുന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സോനെ. നമ്മൾ എന്ത് തെളിയിച്ചാലും ഏട്ടൻ ചിന്തിക്കുന്നത് നമ്മൾ ഏട്ടത്തോടൊപ്പം കൂടി നമ്മുടെ അമ്മയെ തോൽപ്പിച്ചെന്ന് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഏട്ടൻ വന്നതിന് ശേഷം എല്ലാ അന്വേഷണവും തുടങ്ങാന്ന് വെച്ചത്. അതിനിടയിൽ അമ്മ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാമെന്നും ഏട്ടത്തെ ക്ഷമ ചോദിക്കാൻ തയ്യാറായാൽ അമ്മയുടെ വൈരാഗ്യം കുറയുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിലെല്ലാം ഉപരി ഏട്ടനിത് അറിയുമ്പോൾ അമ്മയും ഏട്ടത്തെയും ഒരുപോലെ കേട്ടതിന് ശേഷമേ ഏട്ടൻ ഇതിലൊരു തീരുമാനം എടുക്കുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചു പോയി. ഏട്ടന്റെ ഇടക്കാലത്തെ മാറ്റം കണ്ടപ്പോ ഞാനും അത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ശ്യാമേട്ടന് അക്കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. വിച്ചുമോന്റെ കാര്യം ഇപ്പൊ ഏറ്റവും കഷ്ടം. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇന്ദ്രേട്ടൻ കൊണ്ടുവരുമ്പോ വിച്ചുമോൻ ആകെ പേടിച്ച് വരണ്ടിരിക്കായിരുന്നു. ഇപ്പോഴും കുഞ്ഞ് പാതി മയക്കത്തില്ല. ഇടയ്ക്ക് ഞാൻ കുറച്ച് പാല് കൊടുക്കാൻ നോക്കി, പക്ഷെ കുടിച്ചില്ല. എടുത്ത് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകാന്ന് വെച്ചപ്പോ മോൻ എങ്ങും വരാൻ തയ്യാറാവുന്നുമില്ല. ഇത് വലിയ അപകടമാ. എങ്ങനെയെങ്കിലും മോനെ അനുചേച്ചിയുടെ അടുത്തെത്തിക്കാൻ നോക്കണം. ഒന്നും അത്ര എളുപ്പമല്ല. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കുടുംബത്തിലൊരു പുരുഷനാണെന്ന് പറയുന്നതിൽ എന്താ ഒരു അർത്ഥം? ബോധം ഇതുവരെ തെളിഞ്ഞില്ലേ? ഇടയ്ക്ക് ഉണരുന്നുണ്ട് സാർ. വെള്ളം കൊടുത്തപ്പോൾ കുടിച്ചു. ഉണർത്തി നോക്കിയാൽ എന്തെങ്കിലും പറയാൻ ചാൻസ് ഉണ്ടോ? ഇല്ല സാർ, സംസാരിപ്പിക്കുന്നത് റിസ്ക് ആയിരിക്കും. ഓക്കെ, ഇവനെ കുത്തിയ പെൺകുട്ടി സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ആയിട്ടുണ്ട്. അപ്പോൾ ക്രൈം തന്നെയാണല്ലേ സാർ? യെസ്. ഞാൻ നാളെ വരാം ഡോക്ടർ. ഇവന്റെ മൊഴിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ സഹകരിക്കണം. ഷുവർ സാർ. ഓക്കെ. ഇവര് സംഭവത്തിന്റെ സാക്ഷികളാണോ? അയ്യോ അല്ല സർ, ഞങ്ങൾ ശബ്ദം കേട്ട് ഓടി വന്നപ്പോ നിതിൻ വീണ് കിടക്കുന്നേ കണ്ടത്. ഓക്കെ, ഇവരുടെ നമ്പരും ID പ്രൂഫും ഒക്കെ വാങ്ങിച്ചു വെച്ചേക്കണം. ഓക്കെ സർ. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാൽ വന്നേക്കണം. ആ ശരി സർ.